ഹലോ ഗായ്സ്. അപ്പോൾ എപ്പോഴും ഫുഡ് കഴിക്കുന്ന വീഡിയോ അല്ലേ, ഇന്നൊരു ചേഞ്ച് കേട്ടോ. സ്വർണ്ണവില കണ്ടപ്പോൾ വീഡിയോ ഒന്ന് എടുത്തിടാമെന്ന് വിചാരിച്ചു. സ്വർണ്ണവില എന്ന് പറഞ്ഞാൽ കാലം ഇങ്ങനെ പോക്കൊന്ന് ആലോചിക്കാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പേപ്പർ നോക്കുമ്പോൾ എന്ത് നോക്കിയോ ഇല്ലയോ നമ്മുടെ വ്യാപാര നിലവാരം നോക്കി സ്വർണത്തിൻ്റെ വില നോക്കാറുണ്ട്. കാരണം രണ്ട് പെൺകുട്ടികളാണ്, നല്ല കെട്ടിക്കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാലമായതുകൊണ്ട് നമ്മൾക്കാണെങ്കിൽ നിറയെ സ്വർണ്ണം ഉള്ളത് കൊണ്ട് വില അന്വേഷിച്ച് വയ്ക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ നോക്കുമ്പോൾ പവന് 73,440 രൂപ. ഒമ്പമ്പോ അടുപ്പിക്കാൻ പറ്റില്ല. സ്വർണ്ണക്കടൻ്റെ അരികത്ത് കൂടി പോകാനേ പേടിയാകുന്നു. കാരണം എൻ്റെ നേഹ നിൻ്റെ അടുത്തും കൂടി ചെറിയിട്ട് എനിക്ക് അതാട്ടാ. എൻ്റെ അമ്മാനെ നെന്നിമ്മ പ്രസവിച്ച് കിടക്കുമ്പോൾ ഒരു പവന് 100 രൂപയാണ്. അമ്മമാനെ അതായത് നിങ്ങളുടെ അമ്മമാൻ, എൻ്റെ അമ്മാനെ നെന്നിമ്മ പ്രസവിച്ച് കിടക്കുമ്പോൾ 100 രൂപ. ആ 100 രൂപ മാമാനെ പ്രസവിക്കുമ്പോൾ 110 രൂപയായി പറയും അമ്മ. അപ്പോൾ 110 രൂപ ആയിട്ട് വാങ്കറക്കേ വളിയില്ലേ എന്ന് പറയും. അതേസമയം എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോൾ ഒരു പവന് 1000. അതേ അമ്മ എന്നെ പ്രസവിക്കുമ്പോൾ ഒരു പവന് 1200 രൂപ. അന്ന് അത് വാങ്ങിക്കാൻ വഴിയില്ല. അല്ലാ, 1200 രൂപ ആച്ചേ സ്വർണ്ണത്തിക്ക് എന്ന് പറയും. അതേ അമ്മ ഈ രണ്ട് മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ അക്കാൻ്റെ കല്യാണ സമയത്ത് സ്വർണത്തിന് ഒരു പവന് 3200 രൂപ. വർഷം 2001 ഫെബ്രുവരി 4 എന്തോ ആണ് കല്യാണം. ആ സമയത്ത് 3200 രൂപ. അതേ ഓടി വന്ന് 2006 5 കൊല്ലം കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിയുമ്പോൾ പവന് 8300 രൂപ. എല്ലാവരും കേട്ടോളിട്ടാ. ഈ 8300 രൂപ സമയത്ത് സ്വർണ്ണം ഇട്ട് കെട്ടി കൊടുക്കാൻ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എൻ്റെ അത്ത. സ്വർണ്ണം എന്തായാലും കൊടുക്കണമല്ലോ, പെൺകുട്ടികൾക്ക് സ്വർണ്ണമാണല്ലോ മെയിൻ. എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി കെട്ടിച്ചു കൊടുത്തു. അൽഹംദുലില്ലാ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 2 പെൺകുട്ടിയാണ്. അൽഹംദുലില്ലാ മാഷാ അല്ലാ പ്രസവിച്ചിട്ടുണ്ട്. ഈ മക്കളെ പ്രസവിക്കുമ്പോഴൊക്കെ ഒരു ലെവൽ തന്നെ ഇരുന്ന് 10ഉം 15ഉം ആണെങ്കിലും 15,000 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ എയറോപ്ലെയിനിൽ പോണ പോലെ പോയിട്ട് സ്വർണം പോയി നിൽക്കണത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി പേപ്പർ നോക്കുമ്പോൾ 25 അമ്പമ്പോ 30 30 പോയി 40 45 50 55 60 കഴിഞ്ഞപ്പോൾ 73 നിൽക്കണത്. അപ്പോൾ ഇനി പെണ്ണ് നോക്കാൻ വരുന്നവർക്ക് പറയാം, നല്ല പൊന്നു പോലെ പെണ്ണിനെ വളർത്തിയിട്ടുണ്ട്, തങ്കമായ മക്കളുണ്ട്, പൊന്നു വേണമെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടിട്ട് കെട്ടിക്കോളെന്ന് പറയേണ്ട അവസ്ഥയായിട്ട് വരികയാണ് ഈ ഉമ്മമാർക്കൊക്കെ. ഉമ്മമാർ പെൺകുട്ടികളെ പ്രസവിച്ച് ഉമ്മമാരൊന്നും പേടിക്കണ്ട കേട്ടോ, ഒക്കെ ചെക്കന്മാർ വരും ഇൻഷാ അല്ലാഹ്. നമ്മൾ പൊന്നിന് വേണ്ടിയിട്ട് ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ദുബായ് പോലെ ഒക്കെ പടച്ചാനുണ്ട് മേലെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. എല്ലാ ഉമ്മമാർക്കും, പെൺകുട്ടികളുള്ള ഉമ്മമാർക്ക് നല്ലൊരു ഷെയർ ചെയ്ത് കൊടുക്കുക ഉണ്ടാകുമെന്ന് വിചാരിക്കണം എൻ്റെ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻ്റ് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞോളൂ. നിങ്ങളുടെ കല്യാണ സമയത്തൊക്കെ സ്വർണത്തിന് എന്ത് വിലയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കല്യാണത്തിനൊക്കെ സ്വർണ്ണത്തിന് എത്രയാണെന്ന് പറയുന്നത്. എൻ്റെ അക്കാൻ്റെയും പറഞ്ഞു, എൻ്റെയും പറഞ്ഞു. പിന്നെ മക്കളെ പ്രസവിക്കുമ്പോഴൊക്കെ ഒരു 5 പവനൊക്കെ അല്ലേ തരുള്ളൂ. അപ്പോൾ ഈ 5 പവൻ്റെ ആ സമയത്ത് 8000, വലുതിനെ പ്രസവിച്ച് വരുമ്പോൾ 8000 ആയിരുന്നല്ലോ എൻ്റെ കല്യാണത്ത്. അപ്പോൾ ആ 8000 സംതിങ് തന്നെയാണ്. ചെറുതിനെ പ്രസവിച്ചിട്ട് വരുമ്പോൾ 15,000 മറ്റോ ആയിട്ടുണ്ട് തോന്നുന്നു. അല്ല 2015 എനിക്ക് വില അറിയില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്വർണവും കൊണ്ടാണ് ഞാൻ വന്നത്, പുതിയതൊന്നും വാങ്ങിച്ചില്ല ഗായ്സ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ കല്യാണ സമയത്തുള്ള പൊന്നിൻ്റെ വിലയൊക്കെ ഒന്ന്